നമ്മുടെ ഒരു കസ്റ്റമറിനെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിനകത്ത് നമ്മുടെ ട്രെയിനിലിരുന്ന് തന്നെ ബുക്ക് ചെയ്യാൻ പറ്റും. കസ്റ്റമറായിട്ട് ലേഡീസും ജെൻസും എല്ലാവരും വരും. എന്തൊക്കെ വണ്ടിയാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് കോട്ടയത്തുള്ളത്? അറിയാമല്ലോ, ഒരു വണ്ടി ആകുമ്പോൾ ചിലപ്പോൾ അവിടെ തട്ടും ഇവിടെ തട്ടും, ചിലപ്പോൾ നല്ലപോലെ ഹിറ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള റെസ്പോൺസുകൾ എങ്ങനെയാണ്? ഹലോ, വെൽക്കം ബാക്ക് ടു ക്രിഷ് മച്ചാൻസ് വ്ളോഗ്. കോട്ടയം റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മളിന്നുള്ളത്. ഇന്നൊരു കാര്യം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇന്ന് നമ്മൾ EVM റെൻ്റ് എ ബൈക്ക് ആൻഡ് കാർ എന്നുള്ള ഒരു സംവിധാനത്തിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അതിൻ്റെ ഒഫീഷ്യലാണ് നമ്മൾ കാണുന്നത്. എന്താണ് ബ്രോ പേര്? എൻ്റെ പേര് വിഷ്ണു. അപ്പം വിഷ്ണുവാണ് നമ്മുടെ റെൻ്റ് എ ബൈക്കിൻ്റെ കാറിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും അറിയണം, നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അല്ലെങ്കിൽ ട്രെയിനിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു റെൻ്റ് എ ബൈക്കോ കാറോ എടുക്കാനായിട്ട് നമ്മുടെ ഒരു അത്യാവശ്യമായിട്ട് പെട്ടെന്ന് പോയിട്ട് വരാൻ, നമ്മുടെ വണ്ടികളൊന്നും ക്യാരി ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയൊന്നും എടുക്കാതെ പെട്ടെന്ന് പോയി വരാനായിട്ടുള്ളൊരു സംവിധാനം. കസ്റ്റമറായിട്ട് ലേഡീസും ജെൻസും എല്ലാവരും വരും. എന്തൊക്കെ വണ്ടിയാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് കോട്ടയത്തുള്ളത്? നമുക്കിപ്പം ലേഡീസിനാണെങ്കിൽ 2 വീലർ ആക്റ്റീവ് ഉണ്ട്, DA വരുന്നുണ്ട്. ഇപ്പോൾ ജെൻസിനും അത് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ ജെൻസിന് ടൂറാണെങ്കിൽ നമുക്ക് റോയൽ എൻഫീൽഡ് റീബോൺ എന്ന് പറഞ്ഞ വണ്ടിയുണ്ട്. പിന്നെ അഡ്വഞ്ചറിന് റോയൽ എൻഫീൽഡ് ഹിമാലയം വരുന്നുണ്ട്. പിന്നെ എല്ലാ മൈലേജ് പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ഹോണ്ട ഷൈൻ 125 ഉണ്ട്. ഓക്കെ, ഇതിനൊക്കെ വേറെ വേറെ പ്രൈസ് റേഞ്ച് ആണോ? എല്ലാത്തിനും പല പ്രൈസ് റേഞ്ച്. ഒന്നാമത്തെ ഒരു CC വ്യത്യാസമുണ്ട്, കംഫർട്ടബിലിറ്റി ഉണ്ട്, അതിൻ്റെയൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. 2 വീലർ ആണെങ്കിൽ തന്നെ 2020 തൊട്ടുള്ള മോഡലുണ്ട്. ലേറ്റസ്റ്റ് മോഡലിന് ഇത്തിരി കൂടെ പ്രൈസ് റേഞ്ച് വ്യത്യാസം വരുന്നു. ശരി. നമുക്ക് കാർ എന്തൊക്കെയാണ് അവൈലബിൾ ഉള്ളത്? കാർ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് ബേസിക് റെഡിഗോ വരുന്നത്. അതിൻ്റെ തന്നെ ഓട്ടോമാറ്റിക് മാനുവലും ഉണ്ട്. പിന്നെ നമുക്ക് പ്രീമിയം വരുമ്പോഴത്തേക്കും സ്കോഡ കുഷാക്ക് വരുന്നുണ്ട്. പിന്നെ പോളോ GT, വെൻഡോ വണ്ടിയൊക്കെ നമുക്ക് അടിപൊളി. എനിക്കൊന്ന് കോട്ടയത്ത് പരിമിതമാണ്, എല്ലാ മോഡൽസും ഇല്ല. ശരി, നമ്മുടെ ലേഡീസിനും ജെൻസിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടികളുണ്ടെന്നുള്ളത് സ്പെഷ്യാലിറ്റിയാണ്. പിന്നെ അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ഓട്ടോമാറ്റിക്കും ഉണ്ട്, മാനുവലും ഉണ്ട്, എല്ലാ വണ്ടികളും ഉണ്ട്. ആക്റ്റീവ ഉണ്ട്, അതുപോലെ തന്നെ കാർ, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം ബുക്ക് ചെയ്യാം. അതൊക്കെ നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം. ബ്രോ, നമ്മുടെ ഈ വണ്ടിയിൽ ഒരാൾ റെയിൽവേ സ്റ്റേഷനിലാണ് ഇത് കൂടുതൽ നിങ്ങളുടെ സർവീസ് നടക്കുന്നത്. അപ്പോൾ EVM ആണ്. EVM എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. EVMന് ഒത്തിരി സർവീസസ് അവർ ചെയ്യുന്നുണ്ട്. അവർ മെയിനായിട്ടും കാറിൻ്റെ ഷോറൂംസൊക്കെയാണ്. EVM നല്ലൊരു സർവീസാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ EVMത്തിൽ തന്നെ നമ്മൾ ട്രെയിനിൽ നിന്ന് വരുന്ന സമയത്ത് നിങ്ങളുടെ ഈ റെൻ്റ് എ കാർ ആൻഡ് ബൈക്ക് ഇതിനകത്ത് നമ്മുടെ ട്രെയിനിലിരുന്ന് തന്നെ ബുക്ക് ചെയ്യാൻ പറ്റുമോ? ബുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ട്രെയിൻ എന്നല്ല, ഇപ്പോൾ കസ്റ്റമറിൻ്റെ സ്ഥലത്താണ് എവിടെയാണോ, ഇപ്പം വേറെ ഡിസ്ട്രിക്റ്റ് ആയിക്കോട്ടെ, വേറെ സ്റ്റേറ്റ് ആയിക്കോട്ടെ, അവിടെ നിന്നാണ് നമുക്ക് ബുക്ക് ചെയ്യാം. ഫുൾ ഓൺലൈൻ വഴിയാണ്. എന്തൊക്കെ ID പ്രൂഫാണ് ഇതിന് തരേണ്ടത്? നമുക്ക് അതായത് മെയിനായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എലിജിബിൾ ആണോ വണ്ടി ഓടിക്കുക എന്നുള്ളത്. പിന്നെ അഡീഷണൽ ആയിട്ട് പിന്നെ നമുക്ക് ആധാർ കാർഡ് വേണം. ആധാർ കാർഡ്, ഈ 2 ID പ്രൂഫ് മതി. ഇത് നിങ്ങളുടെ അടുത്ത് സബ്മിറ്റ് ചെയ്യണം. നമ്മുടെ അടുത്ത് ഡ്രൈവിംഗ് ലൈസൻസ് സബ്മിറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. നമുക്ക് വേറെ സെക്കൻഡ് എൻട്രി കാർഡ് കർശനമായിട്ട് വേണം. ശരി. അപ്പോൾ ഏതൊരു സ്ഥലത്ത് റെൻ്റ് എടുക്കാൻ പോയാലും നമുക്ക് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ എത്ര രൂപയാണ് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് മേടിക്കുന്നത്, അല്ലെങ്കിൽ ഇനി മേടിക്കുന്നില്ല, എന്താണ് അതിനെക്കുറിച്ച്? നമുക്ക് 2 വീലർ സ്കൂട്ടറിനൊന്നും നമ്മൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് മേടിക്കുന്നില്ല. ഇല്ല, നമ്മൾ ജസ്റ്റ് ID കാർഡ് മേടിച്ച് വെക്കുന്നേ ഉള്ളൂ. ഓക്കെ. ബൈക്കിന് നമ്മൾ ഓരോ ബൈക്കിൻ്റെ റേഞ്ച് വെച്ച് നമ്മൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് മേടിക്കും. ഓക്കെ. ഓരോ ഇപ്പം ബൈക്ക് ഹിമാലയൻ അതുപോലുള്ള പ്രീമിയം സെഗ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ എത്ര രൂപയാണ് അതിൻ്റെ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ്? ഒരു മാക്സിമം 1000 രൂപയ്ക്ക് നമ്മൾ മേടിക്കാറുണ്ട്. ഓക്കെ. ഇത് സേ ഫോർ എക്സാമ്പിൾ സ്വിഫ്റ്റ് കാറ് അല്ലെങ്കിൽ ടെറാനോ അങ്ങനെയുള്ള നല്ല നല്ല വണ്ടികൾ എടുക്കും, നിങ്ങൾ എത്രയാണ് സെക്യൂരിറ്റി? നമ്മൾ അതായത് സ്വിഫ്റ്റ് ഒക്കെ ആണെങ്കിൽ ഒരു 3000 മാക്സിമം 3000 ഒക്കെയാണ് നമ്മൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് മേടിക്കുന്നത്. പ്ലസ് ടോൾ ഉപയോഗിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു സെപ്പറേറ്റ് ഒരു 1000 രൂപ മേടിക്കും. ഇപ്പം നമ്മൾ ടോൾ ഉപയോഗിച്ചില്ലെങ്കിൽ ആ പേയ്മെൻറ്റും സെക്യൂരിറ്റി ഡെപ്പോസിറ്റും കൂടെ അക്കൗണ്ടിലോട്ട് തിരിച്ച് റീഫണ്ട് ആവും. നമ്മൾ റെൻ്റ് എടുത്തതിന് ശേഷം നമ്മൾ നേരെ ഇങ്ങ് വരുന്നു, പൈസ എടുത്ത് കയ്യിലോട്ട് വെച്ച് നീട്ടുന്നു. നമുക്ക് അങ്ങനെ ഒരു ക്യാഷിൻ്റെ ഇടപാടേ ഇല്ല. എങ്ങനെയാണ് ഇവർ ശരിക്കും പേയ്മെൻറ്റ് ചെയ്യേണ്ടത്? നമുക്ക് കാരണം ക്യാഷ് ഇൻ ഹാൻഡ് കമ്പനിയിലോട്ട് ഡയറക്റ്റ് പേയ്മെൻറ്റ് എല്ലാം വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാഷ് ഇൻ ഹാൻഡ് തേക്കുന്നത്. കാരണം കസ്റ്റമറിനാണല്ലോ ഒരു തോന്നൽ വരുന്നത്. കാരണം എക്സിക്യൂട്ടീവ് കൂടുതൽ പേയ്മെൻറ്റ് കമ്പനി പറയുന്നതിന് കൂടുതൽ മേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കമ്പനി ഇങ്ങനെ ഒരു സംവിധാനം അറേഞ്ച് ചെയ്തത്. പല ആൾക്കാരും ചെയ്യാറുണ്ട്. നിങ്ങളെപ്പോലുള്ള ഇവിടുത്തെ ഒഫീഷ്യൽസ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊണ്ട് ഗൂഗിൾ പേ ചെയ്തിട്ട് അങ്ങ് പോകും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്, അല്ലേ? ഇല്ല, നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. നേരെ എല്ലാം കമ്പനിയിലെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ ത്രൂ തന്നെ ചെയ്യുക. നമുക്കിപ്പം കസ്റ്റമർ ഇപ്പം ഇവിടെ വന്നിട്ട് പേയ്മെൻറ്റ് ചെയ്യാനാണ് തന്നെ നമ്മൾ അവിടെ തന്നെ സ്പോട്ടിൽ നിന്ന് ബുക്ക് ചെയ്തിട്ട് കസ്റ്റമർക്ക് ഞങ്ങൾ വാട്സപ്പ് വഴി പേയ്മെൻറ്റ് ലിങ്ക് അയച്ചു കൊടുക്കും. ഓക്കെ. എന്നിട്ട് അവർക്ക് തന്നെ ഡയറക്റ്റ്
പേയ്മെന്റ് ചെയ്യുക. നമുക്ക് ഇവിടെ വന്ന് ഇപ്പം ഒരാൾക്ക് ഇവിടെ വന്നിട്ട് ഈ ആപ്പിനെ കുറിച്ച് അറിയത്തില്ല, ഇവിടെ വന്നിട്ട് ബുക്ക് ചെയ്യാൻ തന്നെ നമ്മൾ സ്പോട്ടിൽ വന്ന് ബുക്ക് ചെയ്യിപ്പിക്കും. പക്ഷെ നമ്മൾ ക്യാഷ് ഇൻ ഹാൻഡ് ചെയ്യിക്കാറില്ല, നമ്മൾ തന്നെ ബുക്ക് ചെയ്തെടുത്ത്. ബുക്ക് ചെയ്യാൻ ചിലവർക്ക് പ്രായം ബുക്ക് ചെയ്യാൻ അറിയത്തില്ലാത്ത വരുന്നതുകൊണ്ട് നമ്മൾ തന്നെ ബുക്ക് ചെയ്തിട്ട് അവർക്ക് പേയ്മെന്റ് ലിങ്ക് അവരുടെ വാട്സപ്പിലോട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അയച്ചു കൊടുത്തിട്ട് അവർ തന്നെ പേയ്മെന്റ് ചെയ്യും. ഓക്കെ. എല്ലാവരും ഏറ്റവും കൂടുതൽ ആവശ്യക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബൈക്ക് എടുക്കാൻ അല്ലെങ്കിൽ സ്കൂട്ടർ എടുക്കാനായിരിക്കും ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുണ്ട്. അവർക്ക് നിങ്ങൾ എത്ര പെട്രോൾ കൊടുക്കും ഇതിനകത്ത്? നമുക്കിപ്പം നമ്മൾ പെട്രോൾ അഡീഷണൽ അടിച്ചു കൊടുക്കാറില്ല, ഓൾറെഡി അതിനകത്തൊരു പെട്രോൾ കാണും. അപ്പം അത് മെയിൻറ്റെയിൻ അത്യാവശ്യം ഒരു 10 കിലോമീറ്റർ 5 കിലോമീറ്റർ പോകാനുള്ള ഉണ്ട്. പിന്നെ അത് കസ്റ്റമർ അവരുടെ ഉപയോഗത്തിനുള്ള മാത്രം അടിച്ച് നമുക്ക് എക്സ്ട്രാ അടിക്കണം നമ്മൾ അവകാശപ്പെടുന്നില്ല. അവരുടെ ഉപയോഗത്തിന് മാത്രം അടിച്ചിട്ട് തിരിച്ചു വരുന്ന രീതിയിലുള്ള നിങ്ങൾക്ക് എത്ര നിങ്ങളുടെ ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക എത്ര ഫ്യൂൽ നമ്മളൊരു റെഡിന്റെ മേളിലോ ഹാഫ് ടാങ്കിന്റെ ഇടയ്ക്കായിട്ട് ചെയ്യുന്ന അത് നിങ്ങൾ മാർക്ക് ചെയ്ത് ഇതിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതനുസരിച്ച് ആ സെയിം തന്നെ തരണം. ശരി. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എല്ലാവർക്കും തിരക്കാണ്, പെട്ടെന്ന് വരുന്നു, പെട്രോൾ പമ്പ് വരെ പോയി അടിക്കാൻ സമയമില്ല, നിങ്ങൾ പെട്രോൾ അടിച്ചു കൊടുക്കുമോ അവർക്ക്? നമ്മൾ കസ്റ്റമർ നേരത്തെ ആവശ്യപ്പെടുവാണെങ്കിൽ നമുക്ക് ഇന്നൊരു തിരക്ക് സമയമില്ലെന്ന് പറയുവാണെങ്കിൽ നമ്മൾ അടിച്ചു കൊടുക്കും. അങ്ങനത്തെ കേസുകൾ കുറവാണ്. എന്നാലും നമ്മൾ ആ കാറിനൊക്കെയാണ് നമ്മൾ അഡീഷണൽ കസ്റ്റമർ ആവശ്യപ്പെടുവാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്തു കൊടുക്കും. നമ്മുടെ കേരളത്തിൽ അറിയാം 2 ഹെൽമെറ്റ് ഇല്ലാതെ രക്ഷയില്ല. അപ്പോൾ നിങ്ങൾ എത്ര ഹെൽമെറ്റ് പ്രൊവൈഡ് ചെയ്യും? നമുക്കിപ്പം 2 ഹെൽമെറ്റ് കമ്പൽസറി ആണ്. ഒരെണ്ണം നമ്മൾ ബുക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഫ്രീ ആണ്. കാരണം പില്ലർ ഡ്രൈവർ വണ്ടി ഓടിക്കുന്നതാണ്. അതെ, വണ്ടി ഡ്രൈവർ ഉറപ്പായിട്ട് വെച്ചേ പറ്റത്തില്ല. അഡീഷണൽ നമുക്ക് ഹെൽമെറ്റ് വേണമെങ്കിൽ ആഡ് ഓൺസ് എന്ന് പറഞ്ഞാൽ തന്നെ ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് 50 റുപ്പീസ് ആണ്. ഓക്കെ, 50 രൂപ എക്സ്ട്രാ ആണ്. വണ്ടി തിരിച്ചു കൊണ്ടുവന്നാലും വരെ ഹെൽമെറ്റ് ഗ്ലാസ് ഒക്കെ ഉള്ള പില്ലിന് ഹെൽമെറ്റ് ഫുൾ കവർ അടിപൊളി ഹെൽമെറ്റ്. ബ്രോ, നമ്മുടെ ഇവിടെ MVD ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. നിങ്ങളുടെ എല്ലാ വണ്ടിയിലും ഇങ്ങനെ യെല്ലോ ഇതാണോ നമ്പർ പ്ലേറ്റ് വരുന്നത്? തീർച്ചയായിട്ടും എല്ലാ വണ്ടിയിലും 2 വീലറിലും 4 വീലറും ബ്ലാക്ക് യെല്ലോ കളറിലെ നമ്പർ പ്ലേറ്റ് ആണ് വരുന്നത്. ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള എല്ലാ ആ ഒരു നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് നമ്മുടെ എല്ലാ വണ്ടിക്കും ഫുൾ കവർ ഇൻഷുറൻസും ഉണ്ട് പോകുന്നത്. ഫുൾ കവർ ഇൻഷുറൻസും ഉണ്ട്. ഓക്കെ, നമുക്ക് നിങ്ങളുടെ കസ്റ്റമറായിട്ട് വരുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് 2 ഹെൽമെറ്റ് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ. ഒരെണ്ണം ഫ്രീയും ഒരെണ്ണം എക്സ്ട്രാ പെയ്ഡാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ ഇൻഷുറൻസ് ചെക്ക് ചെയ്യുക. വണ്ടിയിൽ എന്തെങ്കിലും തട്ടോ മുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് എല്ലാം ഇവരെ പറഞ്ഞ് അഷ്വർ ചെയ്തിട്ട് വേണം നമ്മൾ വണ്ടി എടുക്കാമെന്നും കൂടെ നിങ്ങളെ ഓർപ്പിക്കുക. അപ്പോൾ നമുക്ക് എല്ലാവരെയും സംശയമാണ് ഈ വണ്ടി മിനിമം എത്ര സമയത്തേക്കാണ് കിട്ടുക എന്നുള്ളത്. എത്ര സമയത്തേക്കായിരിക്കും? നമ്മുടെ കാറിൻ്റെ കാര്യം ആദ്യം പറയാം, അത് കഴിഞ്ഞ് ബൈക്കിൻ്റെ കാര്യം. കാറ് നമുക്ക് എത്ര? കാറാണെങ്കിലും 2 വീലർ ആണെങ്കിലും നമുക്ക് മിനിമം 12 hours ആണ്. 12 മണിക്കൂർ. നമുക്ക് 1 മണിക്കൂർ 2 മണിക്കൂർ ഇല്ല, മിനിമം 12 മണിക്കൂർ. 12 മണിക്കൂർ തന്നെ നമുക്ക് 3 പ്ലാൻ ഉണ്ട്. ഒന്ന് ബേസിക്, അതാകുമ്പം 12 മണിക്കൂർ 60 കിലോമീറ്റർ, 1 ഡേ ആകുമ്പോഴത്തേക്കും 120 കിലോമീറ്റർ. പിന്നെ പ്ലസ് ഉണ്ട്. പ്ലസ് എന്ന് പറയുമ്പം 12 hours 120 കിലോമീറ്റർ അല്ല 90 കിലോമീറ്റർ. പിന്നെ 1 ഡേ ആകുമ്പോഴത്തേക്കും 180 കിലോമീറ്റർ. പിന്നെ പ്രീമിയം ഉണ്ട്. അത് പ്രീമിയം എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് കിലോമീറ്റർ. നമുക്ക് ഒരു ദിവസമാണെങ്കിലും 12 മണിക്കൂറാണെങ്കിലും എത്ര കിലോമീറ്റർ ആണെങ്കിലും ഓടാം. നമുക്കിങ്ങനെ കിലോമീറ്റർ ചെക്ക് ചെയ്യുന്നില്ല. ഒരു ബേസിക് ആയിട്ടുള്ള പ്ലാൻ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്റ്റാർട്ടിംഗ് പ്ലാൻ ബേസിക് അനുസരിച്ച് ഒരാൾക്ക് 60 കിലോമീറ്ററാണ് ഒരു വണ്ടിക്ക് പോകുന്നത്. അതിന് മീതി ആയി കഴിഞ്ഞാൽ ഓരോ കിലോമീറ്ററിന് എക്സ്ട്രാ കിലോമീറ്റർ വരുമ്പോഴത്തേക്കും 60 കിലോമീറ്റർ 61 ആവുകയാണ്. 1 കിലോമീറ്റർ 4 രൂപ വെച്ച്. 1 കിലോമീറ്റർ 4 രൂപ വെച്ചാവും. ശരി. അതിന് പെട്രോൾ ഒന്നും നിങ്ങൾ തരില്ല, പെട്രോളൊക്കെ നമ്മൾ തന്നെ അടിക്കണം. ഒരു വണ്ടി ആകുമ്പോൾ ചിലപ്പോൾ അവിടെ തട്ടും ഇവിടെ തട്ടും, ചിലപ്പോൾ നല്ലപോലെ ഹിറ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ നിങ്ങളുടെ നിന്നുള്ള റെസ്പോൺസുകൾ എങ്ങനെയാണ്? നമ്മളുടെ റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്കൂട്ടി വിളിച്ച് പറയുവാണെങ്കിൽ നമുക്ക് പോലീസുമായിട്ട് ബന്ധപ്പെട്ട് GD എൻട്രി ചെയ്ത് നമുക്ക് അതിൻ്റെ നടപടിക്ക് പോവാം. ഇപ്പം വലിയ ഇടിയാണെങ്കിൽ, അതായത് വണ്ടി ടോട്ടൽ ലോസ് ആവുകയാണെങ്കിൽ നമ്മൾ ക്ലെയിം ചെയ്തിട്ട് അതിൻ്റെ ഡൗൺ ടൈം ചാർജാണ് നമ്മൾ കസ്റ്റമറിൽ നിന്ന് മേടിക്കും. അതായത് ചെറിയ തട്ടോ മുട്ടൊക്കെയാണ് നമ്മൾ അതിൻ്റെ എന്നാ പറയുന്നത് ചെറിയൊരു ചാർജ് മേടിച്ചിട്ട് പിന്നെ അതിൻ്റെ പെയിൻറ്റിങ് കോസ്റ്റാണ്, പെയിൻറ്റിങ് അല്ലെ കിറ്റിൻ്റെ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആണ് അതിൻ്റെ കോസ്റ്റും, പിന്നെ ലേബർ ചാർജ് എന്താണെന്ന് വെച്ചാൽ അത് മേടിക്കും. നമുക്കൊരു ഓൺ ആൻഡ് ആവറേജ് ഒരു ആക്റ്റീവ് ഒക്കെ എടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഈ 60 കിലോമീറ്റർ മാത്രമേ പോകുന്നുള്ളൂ എന്ന് കരുതുക. എത്ര രൂപ ഒരു കസ്റ്റമർ പേ? ഒരു 300 രൂപ 250 അത്ര വരുന്നു. ഒരു 300, 350, 400 രൂപ മാക്സിമം. അത് വേരി ചെയ്യും അല്ലേ ഓരോരുത്തരുടെ. ഇപ്പം ഏത് വണ്ടിയാണ് ചൂസ് ചെയ്യുന്നത്? ഇപ്പം 2 വീലറിന്റെ അതായത് സ്കൂട്ടറിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ബൈക്കൊക്കെ ആകുമ്പോഴത്തേക്കും കംഫർട്ടും യാത്ര സുഖം എല്ലാം വരുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി കൂടും.
അതുപോലെ തന്നെ കാറിന്റെ നിങ്ങളുടെ ബേസിക് വരുന്നത് റെഡി ഗോ എന്ന് പറഞ്ഞ വണ്ടിയാണ്. അപ്പോൾ ആ റെഡി ഗോന് ബേസിക് എത്ര ചാർജാണ് നിങ്ങളിട? അത് 1000 രൂപ താഴെ വരത്തുള്ളൂ. പക്ഷേ നമുക്ക് 28% ടാക്സ് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ടാക്സ് GST എല്ലാം കൂടുമ്പോഴത്തേക്കും ഒരു 1200 സംതിങ് താഴെ വരും. 1200. റെഡി ഗോന് തന്നെ 1200 താഴെ വരുന്നുള്ളൂ. ഒരു നമുക്കറിയാം നമ്മുടെ എല്ലാവരെയും ഒരു സ്ഥിരം ചൂസ് ചെയ്യുന്ന ഒരു വണ്ടി സ്വിഫ്റ്റാണ്. സ്വിഫ്റ്റിനൊക്കെ ഏകദേശം എത്ര വരുന്നുണ്ട്? സ്വിഫ്റ്റൊക്കെ പ്ലസ് ടാക്സ് വരുമ്പോഴത്തേക്കും ഒരു 1500 രൂപ കിലോ എബോ ആ റേഞ്ചിന്. ഓക്കെ, അതും ഇതുപോലെ തന്നെയാണ് 60 കിലോമീറ്റർ. നമുക്ക് എല്ലാത്തിലും വണ്ടി പക്ക കണ്ടീഷനുണ്ട്, ഫുൾ കവർ ഇൻഷുറൻസ്, അതിനും 3 പ്ലാൻ ഉണ്ട്. ഓക്കെ ഓക്കെ. ഇപ്പോൾ കാറാണ് 60 കിലോമീറ്റർ കഴിഞ്ഞു, 61 ഒന്നാമത്തെ കിലോമീറ്റർ, ആ 1 കിലോമീറ്റർ നിങ്ങൾ എത്ര ചാർജ് ചെയ്യും? നമുക്ക് സ്വിഫ്റ്റിന്റെ ഇത് വെച്ച് നമുക്ക് കിലോമീറ്റർ, വണ്ടിയുടെ കണ്ടീഷൻ, പിന്നെ മൈലേജ് എല്ലാം കൂടി അതിന്റെ കാൽക്കുലേറ്റ് ചെയ്താണ് നമുക്ക് എക്സ്ട്രാ കിലോമീറ്റർ വെക്കുന്നത്. 8 രൂപ. 8 രൂപ. അപ്പോൾ 1 കിലോമീറ്ററിന് എക്സ്ട്രാ വരികയാണെന്നുണ്ടെങ്കിൽ 8 രൂപയാണ് ആവുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ പറഞ്ഞു ID പ്രൂഫ് 2 തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി കൊടുത്തു വിടുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു കസ്റ്റമറിന് എവിടെയെങ്കിലും കംപ്ലൈൻ്റ് ആയി വഴി കടന്ന് കരുതുക, നിങ്ങൾ എന്ത് സൗകര്യമാണ് അവർക്ക് ചെയ്ത് കൊടുക്കുക? അവർ വിളിക്കുവാണ്, നമ്മൾ സ്പോട്ടിൽ ചെന്ന് വണ്ടിക്ക് ഇപ്പോൾ കംപ്ലൈൻ്റ് ആണെങ്കിൽ അവർ എക്സ്ചേഞ്ച് ചെയ്യാൻ ആവശ്യപ്പെടുവാണെങ്കിൽ നമ്മൾ സ്പോട്ടിൽ വണ്ടി മാറ്റി കൊടുക്കും. അല്ലെങ്കിൽ ചെറിയ കുഴപ്പമുണ്ടെങ്കിൽ നമ്മളത് കംപ്ലീറ്റ് ചെയ്ത് കസ്റ്റമറിന് സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ നമ്മൾ അപ്പോൾ തന്നെ വണ്ടി ശരിയാക്കി കൊടുക്കും. ഇപ്പോഴത്തെ ഓരോ ആൾക്കാരും വളരെ ബിസിയാണ് അല്ലേ? അപ്പോൾ ചില സമയത്ത് നമ്മുടെ റെയിൽവേയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രാത്രി 10 മണിക്ക് ഇവിടെ എത്തേണ്ട ട്രെയിൻ ചിലപ്പോൾ രാത്രി 12-1 മണിക്കൊക്കെ അവിടെ എത്തുന്നത്. അപ്പോൾ ആ ആള് ആ ഒരു 1 മണിക്ക് മുമ്പായിട്ട് നിങ്ങളുടെ ആപ്പിലൂടെ രജിസ്റ്റർ ചെയ്യുന്നു, ഇവിടെ വന്നു. ഇത് നിങ്ങളുടെ സർവീസ് 24 hours ആണോ, എങ്ങനെയാണ് അതിൻ്റെ വരുന്നത്? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡ്യൂട്ടി ടൈം 2 പേരാണ് നിൽക്കുന്നത്. അതായത് വെളുപ്പിന് 5 തൊട്ട് ഉച്ചയ്ക്ക് 12 മണി 2 മണി വരെ, പിന്നെ 2 തൊട്ട് 11 മണി വരെയാണ്. ഓക്കെ, ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ കസ്റ്റമർ 12 മണിക്ക് ശേഷം വരും, അതായത് വൈകിട്ട് 12 മണിക്ക് ശേഷം വരുവാണെങ്കിൽ നമ്മളത് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. നമ്മുടെ ഡ്യൂട്ടി ടൈം നോക്കത്തില്ല. ഓക്കെ, ഇല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്യൂട്ടി ടൈം 11 മണി വരെയാണ് രാത്രിയിലുള്ളത്. പക്ഷെ അതിന് മുമ്പേ നിങ്ങൾക്ക് ഒരാൾ അപ്പോയിന്റ്മെന്റ് അല്ല കമ്മിറ്റ്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും, നമ്മൾ വീട്ടിൽ പോകും. ഓക്കെ, ഇപ്പോൾ 11 മണി മാത്രം വരെ ഉള്ളൂ ഇപ്പം നിലവിൽ സർവീസ് ഉള്ളൂ. പക്ഷേ നല്ലൊരു സപ്പോർട്ട് നമ്മുടെ ആൾക്കാർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇനിയും എക്സ്റ്റെൻഡ് ചെയ്യാതെ 24 hours എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഈ 11 മണിക്ക് മുമ്പായിട്ട് തന്നെ ഇവരായിട്ട് സംസാരിച്ച് ഡീല് റെഡിയാക്കി വെക്കുക. നിങ്ങൾക്കറിയാം നമ്മുടെ പല സാഹചര്യത്തിൽ ട്രെയിൻ ലേറ്റ് ആവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടിപ്പുറേ തന്നെ എല്ലായിടത്തും ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കി എവിടെയൊക്കെയാണ് ഇതിൻ്റെ സർവീസ് ഉണ്ടാകും, എവിടെയൊക്കെയാണ് ബ്രോ നമ്മുടെ ഇതിൻ്റെ സർവീസ് ഉണ്ടാകുന്നത് നിങ്ങളുടെ ഈ ബ്രാഞ്ചസ്? നമുക്ക് ബ്രാഞ്ചസ് വരുന്നത് മെയിൻ ബ്രാഞ്ച് ഹെഡ് ഓഫീസിലാണ് കൊച്ചിയിൽ. അവിടെ തന്നെ സൗത്ത് റെയിൽവേ സ്റ്റേഷനും നോർത്ത് റെയിൽവേ സ്റ്റേഷനും അവൈലബിൾ ആണ്. പിന്നെ കൊല്ലത്തുണ്ട്, പിന്നെ കോട്ടയം, പിന്നെ കാലിക്കറ്റ്, ട്രിവാൻഡ്രം, തൃശ്ശൂർ, കണ്ണൂർ, ആലപ്പുഴയിൽ. നമ്മുടെ ആപ്പ് വരുന്നത്, അതായത് ഇതിപ്പം നമുക്ക് ഗൂഗിൾ പ്ലേ, അതായത് പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്, ആപ്പിൾ സ്റ്റോറിലും അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് കാറിൻ്റെ ആണെങ്കിൽ നമ്മുടെ ഇവിടെ ക്ലിക്ക് ചെയ്യാം, ബൈക്കിൻ്റെ ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ പിക്കപ്പ് ലൊക്കേഷൻ കൊടുക്കുക. അതായത് നമ്മളെവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ 2 വീലറാണ്, റെയിൽവേ സ്റ്റേഷനിലാണ് നമുക്ക് പിക്കപ്പ് ലൊക്കേഷൻ ഉള്ളത്. പിന്നെ സ്റ്റാർട്ട് ടൈം, പിന്നെ നമ്മൾ എന്നത്തേക്കാണ്, അതായത് ഡ്രോപ്പ് ഡേറ്റ്, എൻഡ് ടൈം എന്നാണ് ഡ്രോപ്പ് ഡേറ്റ്. അതിപ്പം നമ്മൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും വണ്ടിയുടെ ഡീറ്റെയിൽസ് വരുന്നതായിരിക്കും. എല്ലാവർക്കും ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി എല്ലാവർക്കും എളുപ്പം എന്ന് പറഞ്ഞ ഒരു നമ്പറിലേക്ക് അങ്ങ് വിളിക്കുക എന്നുള്ളതാണ്. അപ്പം നീ താഴെ കാണുന്ന നമ്പറാണ് ഇതിൻ്റെ കോർഡിനേറ്ററിൻ്റെ നമ്പർ. ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിലും കിട്ടുന്നതാണ്. ആപ്പ് ത്രൂ അല്ലെങ്കിൽ ആപ്പ് യൂസ് ചെയ്യാൻ അറിയില്ല എന്നുള്ളവർക്കൊക്കെ ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഇവരുടെ ആപ്ലിക്കേഷൻ്റെ ലിങ്കും അതുപോലെ തന്നെ നമ്മുടെ ഈ കോർഡിനേറ്ററിൻ്റെ നമ്പറും ഞാൻ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഒരു കസ്റ്റമറിനെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മുടെ റെൻ്റ് ഈ ചേട്ടന് ഈ വണ്ടിയാണ് ആക്റ്റീവാണ് റെൻ്റ് എടുത്ത്. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല അനുഭവമാണ്. നല്ല അനുഭവമാണ്. നമുക്ക് മൊബൈലിൽ കൂടെ തന്നെ എല്ലാം ബുക്ക് ചെയ്യാം. പേയ്മെൻ്റ് അടയ്ക്കാം. സർവീസ് നല്ലതാണ്. ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ്. ഒരു 6 മാസമായിട്ട് സ്ഥിരം കസ്റ്റമറാണ്. ഇപ്പോൾ EVM വീൽസിൻ്റെ ഈ ഒരു റെൻ്റ് ബൈക്ക് ആൻഡ് കാർ രണ്ടും നല്ലൊരു സർവീസും കൂടെ നമുക്ക് തരുന്നുണ്ട്. പഞ്ചർ ആവുകയാണെങ്കിൽ എന്താണ് ബ്രോ നിങ്ങൾ ചെയ്തു കൊടുക്കുക? ഇപ്പം നമ്മൾ പഞ്ചർ ആവുകയാണെങ്കിൽ ഇപ്പം 0 ടയർ ഫുള്ളും ഇല്ല, തീർന്നതൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് നമ്മൾ ടയർ മാറി കൊടുക്കാവുള്ളൂ. അപ്പം നമുക്ക് ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ കസ്റ്റമർ കൊണ്ട് അവർ മാറാമെന്ന് പറയുവാണെങ്കിൽ, അവർ ബില്ലുമായിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഫുള്ള് ബില്ലുണ്ടായാലും നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ബിൽ ത്രൂ ആണ്. ജെനുവിൻ പ്രൂഫ് വേണം. ഫ്യൂവൽ അടിക്കുവാണെങ്കിൽ തന്നെ അവർ എക്സ്ട്രാ ഒത്തിരി അടിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുവാണെങ്കിൽ തന്നെ നമ്മളതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എക്സ്ട്രാ ഫ്യൂവലിൻ്റെ
എക്സ്ട്രാ വരുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റീഫണ്ട് ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടാണ് വണ്ടി കൊടുക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പോൾ എക്സ്ട്രാ ഫ്യൂൽ അടിച്ചാൽ റീഫണ്ട് ഇല്ല, നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം ഫ്യൂൽ അടിക്കുക. ബ്രോ, തിരക്കുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. ചിലപ്പം ബിസിനസ്മാൻ ആയിട്ടുള്ള ആൾക്കാർ കാണും, ചിലപ്പം ഗവൺമെൻറ് ഒഫീഷ്യൽസ് ജോലിക്കാരൊക്കെ ഉണ്ടാവും. ഇവർക്കൊക്കെ ചില സാഹചര്യത്തിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ഹോട്ടലിൽ സ്റ്റേ ആയിരിക്കും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആപ്പ് വഴി ബുക്ക് ചെയ്താൽ അവർക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് കൊണ്ടുപോയിട്ട് വണ്ടി കൊടുക്കുമോ? നമുക്ക് കാറിന് മാത്രമേ ഉള്ളൂ ഇത് ലൊക്കേഷൻ ചെന്ന് ഡ്രോപ്പും ഡെലിവറി, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് കാറിന് മാത്രം നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ. 2 വീലറിന് നമുക്ക് ആകപ്പാടെ ഉള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ മാത്രമാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ 1 കിലോമീറ്റർ ചുറ്റളവൊക്കെ ആണെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ അറേഞ്ച് കൊടുക്കും. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EVM വീൽസിൻ്റെ റെൻ്റ് എ കാർ ആൻഡ് ബൈക്കിൻ്റെ വീഡിയോ ആണ്. എല്ലാവർക്കും വളരെ ഇൻഫർമേറ്റീവ് വീഡിയോയും കൂടെയാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഒരു ദൂര സ്ഥലത്താണ്, നിങ്ങൾക്ക് എക്സാം എഴുതാൻ പോകണം, നേരെ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ സ്ഥലത്ത് പോയിട്ട് തിരിച്ച് വണ്ടി കൊണ്ട് വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ ചാർജസും എല്ലാം അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.